Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. Hi all, Ramalan Kareem. ഇന്നൊരു വെറൈറ്റി ഡ്രിങ്ക് ആയാലോ? നല്ല ചൂട്, ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണല്ലേ. അപ്പോൾ ഈ ചൂട് സമയത്ത് എന്തായാലും നമുക്ക് പൊരിച്ചതും കരിച്ചതും ഒന്നും കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരായിരിക്കും, കഴിക്കാനും പറ്റൂല. അപ്പോൾ എന്തായാലും നല്ല തണുത്തിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് ആണ് ഒരുവിധം എല്ലാവരും പ്രിഫർ ചെയ്യാൻ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് നാട്ടിലുള്ളവർ എസ്പെഷ്യലി മസ്റ്റ് ട്രൈ ആയിട്ടുമാണ്. ചൂടിന് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞയായിട്ട് 3 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വേവിച്ചിട്ടുള്ള മത്തൻ, നമ്മൾ എരിശ്ശേരിക്കൊക്കെ എടുക്കുന്ന മത്തൻ ഉണ്ടല്ലോ, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലിനൊന്ന് വേവിച്ചെടുത്താൽ മതി. അതേപോലെ തന്നെ ക്യാരറ്റും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം മിക്സീൻ്റെ ജാറിലേക്ക് വേവിച്ചിട്ടുള്ള ക്യാരറ്റ്, അതേപോലെ തന്നെ വേവിച്ചിട്ടുള്ള മത്തൻ, പിന്നെ മാങ്ങ പീസ്, മാങ്ങ ഒന്നും ചെയ്യേണ്ട, അതേപോലെ കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാംഗോ പൾപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പൾപ്പില്ലെങ്കിൽ സാധാ പച്ചവെള്ളം എടുത്താലും മതി, അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ കട്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ചെറിയ ചെറിയ തരിതരികളൊക്കെ ഉണ്ടാകുമ്പം കുടിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ചെറിയ മാംഗോൻ്റെ പീസ്, അതുപോലെ ക്യാരറ്റിൻ്റെ പീസൊക്കെ ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുമ്പം അതും ടേസ്റ്റാണ്. അങ്ങനെ ഞാനിതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ട പാലില്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടുള്ള പാലായാലും കുഴപ്പമില്ല, കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞാനിതാ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കസ്കാസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നോമ്പ് തുറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് തന്നെ മതിയാവും നമ്മുടെ വയറ് ഫില്ല് ചെയ്യാൻ, മനസ്സ് ഫില്ലാവാൻ. അതുപോലെ തന്നെ നല്ലൊരു തണുത്ത ഫീല് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. യെല്ലോയിഷ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. മത്തൻ നമുക്ക് പായസം ഉണ്ടാക്കാനും അടിപൊളിയാണ്. ഇതേപോലെ ജ്യൂസും ഷേക്കൊക്കെ ഉണ്ടാക്കാനും സൂപ്പറാണ്. എരിശ്ശേരിക്ക് മാത്രമല്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ.